ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന നല്ലൊരു ബോൺ മീലാണ്. ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നതിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോൺ മീല്. ഗ്രീൻ ഗ്രോത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബോൺ മീലാണ്. നല്ല പൗഡർ ഫോമാണ്. ഇത് ശരിക്കും ആവിയിൽ പുഴുങ്ങി പൊടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ന്യൂട്രിയൻസ് വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മളത് രണ്ട് രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഒന്ന് മണ്ണിൽ അപ്ലൈ ചെയ്ത് പൂക്കുന്നുണ്ടോ നോക്കിയിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു മെത്തേഡാണ് ട്രൈക്കോഡർമ കൾച്ചർ ചെയ്യുന്നത്. അതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഏതൊരു ജീവി ചത്ത് ചീഞ്ഞാൽ അതിൽ പുഴുക്കൾ ഭയങ്കരമായിട്ടുണ്ടാകും. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ എല്ലുപൊടി കുറച്ച് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് ഒരു കണ്ടെയ്നറിൽ ഹോൾഡ് ചെയ്ത് എത്ര ദിവസം കൊണ്ട് നല്ലപോലെ പുഴുക്കൾ ഉണ്ടാകുന്നതുകൊണ്ട് ബാഡ് സ്മെൽ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അതിൽ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടും അതിൽ പുഴുക്കളുണ്ടായി. നമുക്ക് അസഹനീയമായിട്ടുള്ള സ്മെല്ലുമാണ്. നമ്മൾ ശരിക്കും അതിനകത്ത് അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മറ്റ് കെമിക്കൽസോ ആസിഡോ ഒന്നും ആഡ് ചെയ്തിട്ടില്ലെന്നാണ്. നമ്മളത് ഒരു കാക്കില വെച്ചൊരു ചെടിക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഇതുപോലെ നല്ലപോലെ പൂത്തു. മഴ വളരെ കുറവായിട്ട് പോലും നല്ലപോലെ പൂത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് വാല്യൂ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കി പുഴുക്കളുടെ ഒരു ഇത് ഭയങ്കരമായിട്ട് പുഴു പിടിച്ച് നമുക്ക് തന്നെ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്ന പോലെ അത് പുഴുണ്ടായിരുന്നു. അതുപോലെ പുഴുക്കളുണ്ടായി. നമ്മളൊരു ജസ്റ്റ് ഒരു 2 പിടി എല്ലുപൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. ഒരു ബിരിയാണി കിട്ടിയ ഒരു കണ്ടെയ്നറിൽ നമ്മളത് ഹോൾഡ് ചെയ്താണ്. അതേപോലെ പുഴുക്കളുണ്ടായി. നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ് അത് കുടഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് ലക്ഷോപലക്ഷം പുഴുക്കളാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റിയാണ് അതിനകത്ത് മജ്ജയും മാംസവും എല്ലും എല്ലാം കൂടെ പുഴുങ്ങി പൊടിക്കുന്നതുകൊണ്ട് തന്നെ ആണ് ഇത്രയും പുഴുക്കൾ ഇതിനകത്തുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മണ്ണിൽ കൊടുക്കാം. മറ്റ് കെമിക്കലൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തൊരു എല്ലുപൊടിയാണ് ഗ്രീൻ ഗ്രോത്തിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 2500 രൂപ വിലയാണ്. ഒരു അല്പം കഠിനമാണ് 2500 രൂപ എന്ന് പറഞ്ഞാൽ. കിലോ 50 രൂപ വില വരുന്നുണ്ട്. വില ഒരു വിഷയമില്ലാത്തവർക്ക് മേടിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്.